ആർ യു അറ്റ് ഹോം? നിങ്ങൾ വീട്ടിലാണോ? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രിപ്പോസിഷൻ അറ്റ് ഇല്ലാതെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അതായത് ആർ യു ഹോം എന്ന് ചോദിക്കാവുന്നതാണ്. രണ്ട് ക്വസ്റ്റ്യൻ്റെ ആശയം സെയിം തന്നെയാണ്. നിങ്ങൾ വീട്ടിലാണോ, വീട്ടിലുണ്ടോ എന്നാണ് ആശയം. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതിൻ്റെ ആൻസറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. യെസ് ഐ ആം ഹോം അല്ലെങ്കിൽ യെസ് ഐ ആം അറ്റ് ഹോം. അതായത് ഇവിടെ പ്രിപ്പോസിഷൻ അറ്റ് ആഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. രണ്ട് ആൻസറിൻ്റെ ആശയം സെയിം തന്നെയാണ്. ഞാൻ വീട്ടിലാണ്, വീട്ടിലുണ്ട് എന്നാണ് രണ്ട് ആൻസറിൻ്റെ ആശയം. അപ്പോൾ നിങ്ങളിതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കാൻ നേരത്ത്, പ്രത്യേകിച്ച് ഹോമിനെ പറ്റി സംസാരിക്കാൻ നേരത്ത് പ്രിപ്പോസിഷൻ അറ്റ് ആഡ് ചെയ്യാറില്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ കരുതി വെച്ചിരിക്കുക. നെക്സ്റ്റ്, ആർ യു ഹോം? നിങ്ങൾ വീട്ടിലാണോ അല്ലെങ്കിൽ വീട്ടിലുണ്ടോ? യെസ് ഐ ആം ഹോം. അതെ, ഞാൻ വീട്ടിലാണ്, വീട്ടിലുണ്ട് എന്നുള്ളൊരു ആൻസറാണ്. യെസ് ഷീ ഹോം? അവൾ വീട്ടിലാണോ അല്ലെങ്കിൽ വീട്ടിലുണ്ടോ? ആർ ദേ ഹോം? അവർ വീട്ടിലുണ്ടോ അല്ലെങ്കിൽ വീട്ടിലാണോ? യെസ് ഷീസ് അറ്റ് ഹോം. അതെ, അവൾ വീട്ടിലാണ്, വീട്ടിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പോസിഷൻ അറ്റ് ഇല്ലാതെയും പറയാവുന്നതാണ്. യെസ് ഷീസ് ഹോം. അതെ, അവൾ വീട്ടിലാണ്, വീട്ടിലുണ്ട് എന്നുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, യെസ് ദേ ആർ അറ്റ് ഹോം. അവർ വീട്ടിലാണ്, വീട്ടിലുണ്ട് എന്നുള്ളൊരു ആൻസറാണ്. ഇത് നിങ്ങൾക്ക് പ്രിപ്പോസിഷൻ അറ്റ് ഇല്ലാതെയും പറയാവുന്നതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യെസ് ദേ ആർ ഹോം. അതെ, അവർ വീട്ടിലാണ്, വീട്ടിലുണ്ട് എന്നുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, ഈസ് ഹി ഹോം? അവൻ വീട്ടിലാണോ, വീട്ടിലുണ്ടോ? നോ ഈസ് നോട്ട് ഹോം റൈറ്റ് നൗ. അവൻ വീട്ടിലിപ്പോൾ ഇല്ല എന്നുള്ളൊരു ആൻസറാണ്. ഇത് നിങ്ങൾക്ക് പ്രിപ്പോസിഷൻ അറ്റ് ചേർത്തും പറയാവുന്നതാണ്, രണ്ട് രീതിയിലും പറയാവുന്നതാണ്. അപ്പം ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹോമിനെ പറ്റി പറയാൻ നേരത്തും നേറ്റീവ് സ്പീക്കേഴ്സ് പ്രിപ്പോസിഷൻ അറ്റ് യൂസ് ചെയ്യാതെ സംസാരിക്കുന്നത് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. അത് മനസ്സിലൊന്ന് കരുതി വെച്ചിരിക്കുക. അതും കറക്റ്റാണ്. ഇനി കം ഹോമും ഗോ ഹോമും എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കം ഹോം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വീടിൻ്റെ അകത്താണെങ്കിൽ വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാളോട്, അതെവിടെയുമാകാം, വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാളോട് വീട്ടിലോട്ട് വരണം എന്ന് പറയുവാനായിട്ടാണ് നമ്മൾ കം ഹോം നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. കം ഹോം, വീട്ടിലോട്ട് വരൂ. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഗോ ഹോം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ വീടിൻ്റെ പുറത്താണെങ്കിൽ വീട്ടിലോട്ട് പോകണം എന്ന് പറയുവാനായിട്ടാണ് നമ്മൾ ഗോ ഹോം നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിലോട്ട് പോകാം. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ, എനിക്ക് തീരെ സുഖമില്ല. ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ, നിങ്ങൾക്ക് തീരെ സുഖമില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഹോം ആൻഡ് റെസ്റ്റ്. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുള്ള ഒരു സെൻറ്റൻസാണ്.